ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഡെഡ് പൂളിനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2024 റിലീസായിട്ടുള്ള ഡെഡ് പൂൾ ആൻഡ് വൂൾവറീൻ എന്നൊരു മൂവിയാണ്. ഇത് ഡെഡ് പൂളിന്റെ മൂന്നാമത്തെ സീരീസ് ആയതുകൊണ്ട് തന്നെ ഡെഡ് പൂൾ 1 ആൻഡ് ഡെഡ് പൂൾ 2 കണ്ടു കഴിഞ്ഞാലേ ഈ ഒരു സ്റ്റോറി മുഴുവൻ നമുക്ക് മനസ്സിലാവുള്ളൂ. അത് ഓൾറെഡി നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവർ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് മൂവിയിലോട്ട് കിടക്കാം. ഈ ഒരു മൂവിയുടെ ഓപ്പണിംഗ് സീനിൽ നമ്മളെ കാണിക്കുന്നത് ഡെഡ് പൂള് ഓഡിയൻസിന്റെ സൈഡിലോട്ട് തിരിഞ്ഞ് താൻ ഇവിടെ വന്നിരിക്കുന്നത് വോൾവറീനെ എടുത്തുകൊണ്ട് പോവാനാണെന്ന് പറയുന്ന ഒരു സീൻ കാണിച്ചുകൊണ്ടാണ്. അങ്ങനെ മരിച്ചുപോയ വോൾവറിന്റെ ആ ഒരു കുഴിമാടത്തിലേക്ക് വന്നിട്ട് ഡെഡ് പൂള് അവിടുത്തെ മണ്ണൊക്കെ മാന്തി വോൾവറീനെ പുറത്തേക്ക് എടുക്കുകയാണ്. പിന്നീട് എല്ലും തോലും ഒക്കെ നിറഞ്ഞ ആ ഒരു ശരീരത്തിനെ സൈഡിലേക്ക് ഇരുത്തി അവൻ അതിനോട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ആ ഒരു സ്ഥലത്ത് നിറയെ ടൈം വേരിയൻസ് അതോറിറ്റി അഥവാ TVA കാരുടെ പോർട്ടൽസ് അവിടെയൊക്കെ ഓപ്പൺ ആവുന്നത്. അങ്ങനെ ആ ഒരു പോർട്ടൽസിലൂടെ ഒരുപാട് TVA ഏജന്റുകൾ പുറത്തേക്ക് വന്ന് നമ്മുടെ ഡെഡ് പൂളിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ നമ്മുടെ ഡെഡ് പൂളിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, വളരെ നിമിഷ നേരം കൊണ്ട് തന്നെ അവൻ ആ ഒരു ഏജന്റുകളെ എല്ലാവരെയും അടിച്ച് ഒതുക്കുന്നുണ്ട്. പിന്നീട് അവൻ ഓഡിയൻസിന്റെ അടുത്ത് ഞാൻ എന്താണ് ഇവിടെ, ഞാൻ എങ്ങനെ ഇവിടെ എത്തി, എനിക്ക് എന്തിനാണ് വോൾവറീൻ ആവശ്യം എന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ എന്നെല്ലാം പറഞ്ഞ് ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ഇതിനു മുമ്പുള്ള ഡെഡ് പോളിന്റെ സിനിമകളില് ഡെഡ് പോള് ഓരോ ടൈം ലൈനിലേക്കും ട്രാവൽ ചെയ്തതിനു ശേഷം അവന്റെ ഫ്രണ്ട്സിനെയും ഗേൾഫ്രണ്ട് ആയിട്ടുള്ള വെനീസയും എല്ലാം രക്ഷിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഇപ്രാവശ്യം അവൻ ടൈം ട്രാവൽ ചെയ്ത് എത്തിയിരിക്കുന്നത് എർത്ത് 616 എന്ന ഒരു MCU യൂണിവേഴ്സിലോട്ടാണ്. അങ്ങനെ അവിടെ ചെന്ന് അവൻ ഹാപ്പി ഹോഗനെ മീറ്റ് ചെയ്തതിനു ശേഷം തനിക്ക് തന്റെ പവേഴ്സ് എല്ലാം നല്ല രീതിയിൽ യൂസ് ചെയ്യണം, തനിക്ക് ഒരു അവെഞ്ചർ ആയിട്ട് മാറണം എന്നൊക്കെ അവൻ ഹോഗന്റെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷെ ഹോഗൻ ആണെങ്കിൽ അവന് ആ ഒരു പെർമിഷൻ കൊടുക്കുന്നില്ല. അങ്ങനെ വേറൊരു ഓപ്ഷനും ഇല്ലാതെ അവൻ തിരിച്ച് അവന്റെ തന്നെ യൂണിവേഴ്സിലോട്ട് വന്നിട്ട് ഇപ്പൊ വെറും ഒരു സാധാരണ ഒരു സെയിൽസ്മാൻ ആയിട്ട് ജീവിക്കുകയാണ്. മാത്രമല്ല വെനീസിയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെ അവസാനിച്ച് അവൻ സിംഗിൾ ആയിട്ട് അങ്ങനെ ജീവിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് അവന്റെ ബർത്ത്ഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ ഫ്രണ്ട്സും എക്സ് ഗേൾഫ്രണ്ട് ആയിട്ടുള്ള വെനീസിയും എല്ലാവരും കൂടെ തന്നെ അവന് ഒരു ബർത്ത്ഡേ പാർട്ടി കൊടുക്കുന്നതിന് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവന്റെ ബർത്ത്ഡേ പാർട്ടി സെലിബ്രേറ്റ് ചെയ്യുന്നതിനിടയിലാണ് പെട്ടെന്ന് TVA ഏജൻസ് വന്ന് അവന്റെ ഡോറിൽ മുട്ടുന്നത്. പിന്നീട് അവനെ പിടിച്ച് ഒരു പോർട്ടൽ ക്രിയേറ്റ് ചെയ്തിട്ട് TVയിലോട്ട് അവനെ കൊണ്ടുപോവാണ്. അങ്ങനെ അവിടെ എത്തിയതിനു ശേഷം അവൻ പാരഡോക്സ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു മെയിൻ ഓഫീസറിനെ പരിചയപ്പെടുന്നുണ്ട്. ഇവിടെ വെച്ച് ഈ TVA എന്ന് പറയുന്ന ആ ഒരു ഓർഗനൈസേഷനാണ് എല്ലാ യൂണിവേഴ്സിലുമുള്ള ടൈമിനെ റെഗുലേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യുന്നതെന്നെല്ലാം അവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ഡെഡ് പൂള് ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് തവണ ആ ഒരു ടൈം മെഷീൻ ഉപയോഗിച്ച് പല ടൈം ലൈൻസിനോട്ട് ട്രാവൽ ചെയ്തത് കാരണം ടൈം ലൈൻസിന് വളരെ വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഡെഡ് പൂള് ആ ഒരു ടൈമിനെ എല്ലാം ഡിസ്റ്റർബ് ചെയ്തത് കാരണം കൊണ്ട് തന്നെയാണ് TVയുടെ ഏജൻസ് എല്ലാം അവന് പിടിക്കാനായിട്ട് ഇങ്ങനെ വരുന്നത്. പിന്നീട് പാരഡോക്സ് ഡെഡ് പൂളിനോട് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ എർത്ത് 616 എന്ന് പറയുന്ന ആ ഒരു MCU യൂണിവേഴ്സിലോട്ട് തിരിച്ചു പോകണമെന്നും ഇനിയുള്ള കാലം അവിടെയാണ് നീ ജീവിക്കേണ്ടതെന്നും പറയാണ്. നമ്മുടെ ഡെഡ് പൂൾ ആണെങ്കിലോ ഓൾറെഡി ആ ഒരു ടൈം ലൈനിൽ പോയിട്ട് അവിടെ ഒരു അവെഞ്ചർ ആയിട്ട് ജീവിക്കണമെന്ന ആഗ്രഹമുള്ള കാരണം കൊണ്ട് തന്നെ അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൻ ആ ഒരു TVയിൽ തന്നെയുള്ള ഒരു ടൈലറിന്റെ അടുത്ത് പോയിട്ട് ഒരു റെഡ് സ്യൂട്ട് തയ്പ്പിച്ച് ആ ഒരു സ്യൂട്ട് ഇട്ടിട്ടാണ് അവൻ പാരഡോക്സിനെ മീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അവിടെ എത്തിയ ശേഷം ആകട്ടെ ഡെഡ് പൂള് എർത്ത് 616 എന്ന യൂണിവേഴ്സിലേക്ക് പോകുന്നേക്കാളും മുമ്പായിട്ട് അവന്റെ സ്വന്തം യൂണിവേഴ്സിലോട്ട് പോയിട്ട് താൻ കുറച്ചു നാളിവിടെ ഉണ്ടാവില്ല എന്ന് തന്റെ ഫ്രണ്ട്സിനെല്ലാം അറിയിക്കാനായുള്ള ഒരു പെർമിഷൻ പാരഡോക്സിന്റെ അടുത്ത് നിന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇത് കേൾക്കുന്ന പാരഡോക്സ് ആകട്ടെ അതിന്റെ ഒന്നും യാതൊരു ആവശ്യമില്ലെന്നും ഏതായാലും നിന്റെ യൂണിവേഴ്സ് നശിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്നൊരു ഡയലോഗ് പറയുന്നത്. മാത്രമല്ല ഡെഡ് പോൾ ഇതുവരെ ജീവിച്ചിരുന്ന ആ ഒരു യൂണിവേഴ്സ് ഉടനെ തന്നെ നശിച്ചു പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ എന്തോ ഒരു ഡാറ്റയും പാരഡോക്സ് ഡെഡ് പൂളിനെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാതെ ഡെഡ് പോള് താൻ ഇത് എന്തൊക്കെയാ പറയുന്നതെന്ന് പാരഡോക്സിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഓരോ യൂണിവേഴ്സിനും അതിൻ്റെതായിട്ടുള്ള ഒരു പവർ ഉണ്ടെന്നും ആ പവറിനെല്ലാം ഹോൾഡ് ചെയ്യുന്ന ഒരു ആങ്കർ ബീയിങ് ആണെന്നും
ആ ആങ്കർ ബീയിങ് നശിച്ചു പോയി കഴിഞ്ഞാൽ ആ ഒരു യൂണിവേഴ്സും പതിയെ പതിയെ അവസാനിക്കുമെന്നും പാരഡോക്സ് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഡെഡ്പൂള് അങ്ങനെയാണെങ്കിൽ തന്റെ യൂണിവേഴ്സ് ഒരിക്കലും അവസാനിക്കില്ലെന്നും, കാരണം ഇത്രയും പവറുള്ള താൻ തന്നെയാണ് ഈ ഒരു യൂണിവേഴ്സിന്റെ ആങ്കർ ബീയിങ് പാരഡോക്സിന്റെ അടുത്ത് പറയുമ്പോൾ അത് നിന്റെ വെറും തെറ്റിദ്ധാരണയാണെന്ന് പറഞ്ഞിട്ട് നീയല്ല, മറിച്ച് വോൾവറീൻ ആണ് ഈ യൂണിവേഴ്സിന്റെ ആങ്കർ ബീയിങ് എന്നും പറഞ്ഞ് ഇതിനു മുമ്പ് ലോഗൻ എന്നൊരു മൂവിയിൽ നമ്മൾ കണ്ട ലോഗൻ മരണപ്പെടുന്ന ആ ഒരു സീന് അവിടെ പ്ലേഡ് ആകുന്നുണ്ട്. ഇതെല്ലാം കണ്ട് അമ്പരന്ന് നിൽക്കുന്ന നമ്മുടെ ഡെഡ്പൂള് എങ്ങനെയെങ്കിലും തന്റെ യൂണിവേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്നും അത് അവസാനിപ്പിക്കരുതെന്നും പാരഡോക്സിന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് കേൾക്കുന്ന പാരഡോക്സ് ആകട്ടെ പ്രൊട്ടക്ട് ചെയ്യേ ഞാനോ എന്ന് ചോദിച്ചുകൊണ്ട് ഡെഡ്പൂളിന്റെ അടുത്ത് പറയാണ് പാരഡോക്സ് ശരിക്കും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു യൂണിവേഴ്സിന്റെ നാശം കാണുന്നതിനായിട്ടാണെന്നും, മാത്രമല്ല അതിങ്ങനെ ഇഞ്ചായിട്ട് നശിക്കുന്നേക്കാളും മുമ്പായിട്ട് ഒരു കണ്ണ് ചിമ്മുന്ന നിമിഷം കൊണ്ട് ആ ഒരു ഫുൾ യൂണിവേഴ്സിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവനൊരു പ്രത്യേക തരം ടൈം റീപ്പർ മെഷീൻ ഡിസ്കവർ ചെയ്തിട്ടുണ്ടെന്നും അത് വെച്ച് ഏത് യൂണിവേഴ്സിനെയും ഒരൊറ്റ നിമിഷം കൊണ്ട് നശിപ്പിക്കാമെന്നും പാരഡോക്സ് ഡെഡ്പൂളിന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് ദേഷ്യം വരുന്ന ഡെഡ്പൂൾ ആകട്ടെ പാരഡോക്സിന്റെ കയ്യിൽ നിന്നും അവൻ ആ ഒരു ടൈം റീപ്പർ മെഷീൻ ഉപയോഗിച്ച് തന്റെ യൂണിവേഴ്സിനെ നശിപ്പിക്കുന്നേക്കാളും മുമ്പായിട്ട് ആ മെഷീൻ അവന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത് ഒരു പോർട്ടൽ ഉണ്ടാക്കി ഡെഡ്പൂള് അവിടെ നിന്ന് എസ്കേപ്പ് ആവാണ്. ഈ സമയം വോൾവറീൻ ആണ് തന്റെ യൂണിവേഴ്സിന്റെ ആങ്കർ ബീയിങ് എന്നും, ഇങ്ങനെയെങ്കിലും വോൾവറീനെ തിരിച്ചു കൊണ്ടുവരാണെങ്കിൽ തനിക്ക് തന്റെ യൂണിവേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാമെന്ന് മനസ്സിലാക്കുന്ന ഡെഡ്പൂള് ആ ഒരു പോർട്ടൽ ഉപയോഗിച്ച് വോൾവറീനെ കുഴിച്ചിട്ട അതേ സ്ഥലത്തേക്കാണ് എത്തുന്നത്. ഇതേ സീൻ തന്നെയാണ് ഈ ഒരു മൂവിയുടെ സ്റ്റാർട്ടിങ്ങില് വോൾവറീനെ ഡെഡ്പൂൾ അന്വേഷിച്ച് വരുന്നതായിട്ട് നമ്മളെ കാട്ടിയത്. അങ്ങനെ വീണ്ടും നമ്മൾ ഈ ഒരു ഫിലിമിലത്തെ സ്റ്റാർട്ടിംഗ് സീനിലേക്കാണ് പോകുന്നത്. ഒരു ഡെഡ്പൂളും ഈ ഒരു TVA ഏജൻസും കൂടി ഭയങ്കര ഫൈറ്റിലാണ്. എങ്കിലും ആ ഒരു ഏജൻസിന് ആർക്കും ഡെഡ്പൂളിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ നമ്മുടെ ഫ്ലാഷ് ബാക്ക് അവിടെ അവസാനിച്ചു. ഇനി പ്രസന്റില് ഡെഡ്പൂള് ജീവിച്ചിരുന്ന ഒരു യൂണിവേഴ്സിലാണ് വോൾവറീൻ മരണപ്പെട്ടത്. അതുകൊണ്ട് തന്നെ വേറെ ടൈം ലൈനിൽ വോൾവറീൻ ഒരു പക്ഷെ ജീവിച്ചിരിപ്പുണ്ടായിരിക്കും. അങ്ങനെ ആ ഒരു പ്രതീക്ഷയിൽ ഡെഡ്പൂള് അവന്റെ ടൈം മെഷീൻ ഉപയോഗിച്ച് ഓരോ ടൈം ലൈൻസിലോട്ടും ചെന്നിട്ട് അവിടെയെല്ലാം വോൾവറീനെ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരു യൂണിവേഴ്സിലേക്ക് അവൻ എത്തുമ്പോൾ അവിടെ ഹൈറ്റ് എല്ലാം കുറഞ്ഞൊരു വോൾവറീനെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ കൈകളില്ലാത്ത, കണ്ണുകളില്ലാത്ത, തലത്തിൽ സൂപ്പർ ഹീറോ ആയിട്ടുള്ള വോൾവറീനെയും, അങ്ങനെ വോൾവറീന്റെ തന്നെ പല വേർഷൻസിനെയും പല ടൈം ലൈൻസിലും പോയിട്ട് അവൻ മീറ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ചില വോൾവറീൻസിന്റെ കയ്യിൽ നിന്ന് കട്ടയ്ക്ക് അവന് തല്ലും കിട്ടുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ടൈം ലൈനിൽ വെറുതെ ബാറിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ഒരു വോൾവറീനെ ഡെഡ്പൂൾ കണ്ടുപിടിക്കുന്നത്. കുടിച്ചു ബോധം പോയ ആ ഒരു വോൾവറീനെയും പൊക്കിയെടുത്തുകൊണ്ട് ഒരു സ്യൂട്ടും ഇടിപ്പിച്ച് നീ തന്നെ ഞാൻ അന്വേഷിച്ച് നടന്ന വോൾവറീൻ എന്ന് പറഞ്ഞു ഒരു പോർട്ടൽ ക്രിയേറ്റ് ചെയ്ത് TVA ആ ഒരു മെയിൻ ഓഫീസിലേക്ക് ആ ഒരു വോൾവറീനെയും കൊണ്ടുവരികയാണ് ഡെഡ്പൂള്. പിന്നീട് ആ ഒരു വോൾവറീനെ പാരഡോക്സിന് കാണിച്ചു കൊടുത്തതിനു ശേഷം ആ ഒരു വോൾവറീനെ തന്റെ യൂണിവേഴ്സിലെ പവറുകളെല്ലാം കൊടുത്ത് ആ ഒരു യൂണിവേഴ്സിൽ തന്നെ ആങ്കർ ബീയിങ് ആക്കാനായിട്ട് പാരഡോക്സിന്റെ അടുത്ത് പറയാണ് ഡെഡ്പൂള്. അങ്ങനെ വോൾവറീനെ ആങ്കർ ബീയിങ് ആക്കുകയാണെങ്കിൽ തന്റെ യൂണിവേഴ്സിനെ നാശത്തിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാമെന്ന് ഡെഡ്പൂളിന് ഉറപ്പായിരുന്നു. പക്ഷെ തന്റെ എല്ലാവിധ പ്രതീക്ഷകൾക്കും എതിരെ അതിന് തനിക്ക് സാധിക്കില്ല എന്നും, ഇപ്പൊ നീ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് വോൾവറീൻസിൽ തന്നെ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും നിലവാരം കുറഞ്ഞൊരു വോൾവറീനെയാണെന്ന് പാരഡോക്സ് പറയുന്നുണ്ട്. കാരണം ഈ ഒരു വോൾവറീൻ കാരണം തന്നെയാണ് അവന്റെ യൂണിവേഴ്സിൽ എല്ലാവരും നശിച്ചു പോയത്. പിന്നെയാണ് നിന്റെ യൂണിവേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് നീ പറയുന്നതെന്നെല്ലാം പറഞ്ഞ് അവനെ കളിയാക്കാണ് പാരഡോക്സ് ചെയ്യുന്നത്. മാത്രമല്ല പാരഡോക്സ് ഡെഡ്പൂളിന്റെ അടുത്ത് ഇതിനു മുമ്പ് നിന്നെ രക്ഷപ്പെടുത്തതിന് വേണ്ടിയാണ് എർത്ത് 616 പോവാനായിട്ട് ഞാൻ നിന്റെ അടുത്ത് ആവശ്യപ്പെട്ടതെന്നും, എന്നാൽ എന്റെ വാക്ക് കേൾക്കാതെ നീ എനിക്ക് എതിരായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തുവെന്നും, ഈവൻ നമ്മുടെ TVA ഒരുപാട് ഏജൻസിനെ കൊന്നുകളഞ്ഞെന്നെല്ലാം പറഞ്ഞിട്ട് വോൾവറീനെയും ഡെഡ്പൂളിനെയും ഒരു വോയിഡിലേക്ക് പറഞ്ഞ് അയക്കുകയാണ്. TVA റൂൾസും റെഗുലേഷൻസ് എല്ലാം തെറ്റിക്കുന്ന എല്ലാവരെയും ഒരു വോയിഡിലേക്കാണ് പാരഡോക്സ് പറഞ്ഞു വിടുന്നത്. അവിടെ എത്തിയതിനു ശേഷം നീ എന്തിനാണ് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നതെന്ന് പറഞ്ഞിട്ട് വോൾവറീൻ ഡെഡ്പൂളുമായിട്ട് ഒരു ഫൈറ്റിൽ ഏർപ്പെടുകയാണ്. അങ്ങനെ ഒരുപോലെ പവേഴ്സും ഒരുപോലെ തന്നെ ഹീലിംഗ് പവേഴ്സും ഉള്ള രണ്ടുപേര് ചേർന്ന് ഒരുപാട് നേരത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ രണ്ടുപേർക്കും മരണമില്ലാത്തത് കൊണ്ട് തന്നെ ഒരു ഫൈറ്റിൽ ആരും മരിച്ചു പോകുന്നുമില്ല. അങ്ങനെ ആ ഒരു ഫൈറ്റിന്റെ ഏറ്റവും അവസാനം ഡെഡ്പൂള് വോൾവറീന്റെ അടുത്ത് നമ്മളിങ്ങനെ പരസ്പരം ഫൈറ്റ് ചെയ്യേണ്ടവരല്ല എന്നും, ഒരുമിച്ച് നിന്ന് ഈ ഒരു യൂണിവേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടവരാണ് നമ്മൾ രണ്ടുപേരും എന്ന് പറയുന്നുണ്ട്. എന്നാൽ അത് കേൾക്കുന്ന വോൾവറീൻ ആകട്ടെ നിന്റെ യൂണിവേഴ്സിനെ ഞാൻ എന്തിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് ചോദിച്ചിട്ട് ഡെഡ്പൂളിന്റെ ഒപ്പം ഒരുമിച്ച് അവന്റെ യൂണിവേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് തയ്യാറാകുന്നില്ല. ഈ സമയത്താണ് ഡെഡ്പൂള് നമ്മള് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പവേഴ്സ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട്
എനിക്ക് എന്റെ യൂണിവേഴ്സിനെ രക്ഷപ്പെടുത്തുക എന്നത് മാത്രമല്ല, നീ കാരണം നശിച്ചു പോയ നിന്റെ യൂണിവേഴ്സിനെ നിനക്കും രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്നെല്ലാം പറഞ്ഞ് ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വോൾവറീനെ കൺവിൻസ് ചെയ്യുകയാണ്. അങ്ങനെ അവര് രണ്ടുപേരും കൂടി അവിടെ നിന്ന് സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഒരു പുതപ്പെല്ലാം മൂടിയിട്ട് ഒരു മനുഷ്യൻ അവിടെ വന്നിട്ട്, ഈ സ്ഥലം നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല എന്നും ഇവിടെ ഇങ്ങനെ സംസാരിച്ചിരിക്കാനായിട്ട് സമയമില്ല എന്നും, കാരണം ഇവിടെ വലിയ ഒരു മോൺസ്റ്റർ ഉണ്ടെന്ന് അവരുടെ അടുത്ത് പറയുന്നുണ്ട്. അതിന്റെ അടുത്തുനിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാലും ഇവിടെ വളരെ ഈവിൾ ആയിട്ടുള്ള ഒരു മന്ത്രവാദിനി ഉണ്ടെന്നും നിങ്ങളുടെ കയ്യിലെങ്ങാനും പെട്ട നിങ്ങളുടെ കഥ തീരുമെന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവൻ ഇതെല്ലാം പറഞ്ഞു നിർത്തുന്നതിന് മുമ്പായിട്ട് ഇവിടേക്ക് ഒരുപാട് ഗാങ്സ്റ്റേഴ്സ് വരുന്നുണ്ട്. ഇവരെല്ലാവരും ആ ഒരു ഈവിളിന്റെ ആർമിയാണ്. ഈ സമയം അവിടെ പൊതച്ചു മൂടി നിൽക്കുന്ന ആ ഒരാള് താഴേക്ക് ഇറങ്ങി വോൾവറീന്റെയും ഡെഡ്പൂളിന്റെ അടുത്തേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. പിന്നീട് അദ്ദേഹം ആ ഒരു മാസ്ക് മാറ്റുന്ന സമയത്താണ് ദ ഫാന്റാസ്റ്റിക് ഫോർ സീരീസിലത്തെ ജോണി സ്റ്റോം ആണെന്ന് റിവീൽഡ് ആകുന്നത്. ജോണി തന്നെയാണ് ഒരു മൂവിയിൽ ഹ്യൂമൻ ടോർച്ച് ആയിട്ട് എത്തുന്നതും. ഈ സമയം ആ ഒരു ഈവിൾ ഗ്രൂപ്പിലെ ഗാങ്സ്റ്റേഴ്സ് ഓരോരുത്തരായിട്ട് വോൾവറീനെയും ഡെഡ്പൂളിനെയും ജോണിയും എല്ലാം അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു 3 പേരും കട്ടയ്ക്ക് തന്നെ അവരോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ഒരു ഗ്രൂപ്പിന്റെ കയ്യിൽ വളരെ മോഡേൺ ആയിട്ടുള്ള ഒരുപാട് ടെക്നോളജീസ് ഉള്ള കാരണം ഇടയ്ക്ക് വെച്ച് അവര് ഈ ഒരു 3 പേരെയും പിടിച്ചുകൊണ്ട് അവരുടെ ലീഡർ ആയിട്ടുള്ള ആ ഒരു വളരെ ഈവിൾ ആയിട്ടുള്ള ആ ഒരു സ്ത്രീയെ കാണാനായിട്ട് പോവാണ്. ആ ഒരു ഈവിൾ ലേഡിയുടെ പേരാണ് കസാൻഡ്ര. അങ്ങനെ അവസാനം അവർ കസാൻഡ്രയുടെ ആ ഒരു ലൊക്കേഷനിൽ എത്തിച്ചേരുന്നുണ്ട്. ഈ സമയം കസാൻഡ്രയ്ക്ക് വേണ്ടി വർഷങ്ങളായിട്ട് അടിമ പണി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരെയും അവരവിടെ വെച്ച് കാണുന്നുണ്ട്. പിന്നെ ഇവര് 3 പേരും അവിടെ എത്തിയെന്ന് മനസ്സിലാക്കുന്ന കസാൻഡ്ര അവിടേക്ക് വന്ന് അവരെ മീറ്റ് ചെയ്യാണ്. സമയം ഡെഡ്പൂൾ ആകട്ടെ കസാൻഡ്രയെ പറ്റി തനിക്കെല്ലാം അറിയാമെന്നും അവൾ എത്രമാത്രം ഈവിൾ ആണെന്നും അത്രമാത്രം വൃത്തികെട്ട ഒരു സ്വഭാവമാണ് അവളുടെ എന്നും കാണുമ്പോ തന്നെ ഒരു വിച്ചിനെ പോലെ തോന്നുമെന്നെല്ലാം ഹ്യൂമൻ ടോർച്ചായിട്ട് എത്തിയിരിക്കുന്ന ജോണി നമുക്ക് പറഞ്ഞു തന്നുവെന്ന് അവൻ കസാൻഡ്രയുടെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ജോണി ഞാനൊരിക്കലും നിന്നെ പറ്റി അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നും എല്ലാം ഡെഡ്പൂൾ വെറുതെ പറയണതാണെന്നും പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും കസാൻഡ്ര അവന്റെ നേരെ ഒന്ന് തിരിഞ്ഞ് കൈ ചൂണ്ടിയതും ബോഡിയിൽ സ്കിൻ നെറ്റ് അവൻ അവിടെ സ്കിൻ ഇല്ലാതെ ബോഡി മാത്രമായിട്ട് വളരെ ബ്രൂട്ടലായിട്ട് കൊല്ലപ്പെടുകയാണ്. ഇതിൽ നിന്ന് തന്നെ എത്രമാത്രം പവർഫുൾ ആണ് കസാൻഡ്ര എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാം. പിന്നീട് അവള് ഡെഡ്പൂളിനും വോൾവറീനും നേരെ തിരിഞ്ഞ് പ്രൊഫസർ ചാൾസ് സേവിയറിന്റെ ട്വിൻ സിസ്റ്റർ ആണെന്ന് പറഞ്ഞ് അവളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അവൾക്കും പ്രൊഫസറിന്റെ ഇടയിലും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്നും അദ്ദേഹം ഇവളെ കൊല്ലാൻ നോക്കിയെന്നും തന്റെ ഈ ഒരു ഈവിൾ ക്യാരക്ടർ കാരണം ഇതേക്കാര് ഫുള്ളായിട്ട് ഇവളെ ഈ ഒരു വോർഡിലകത്ത് എടുത്തിക്കളഞ്ഞെന്നെല്ലാം അവള് അവരോട് പറയുന്നുണ്ട്. കൂടാതെ താനിവിടെ സന്തോഷവതിയാണെന്നും നിങ്ങൾ വന്നത് നന്നായി, കാരണം എനിക്ക് പുതിയ 2 വേലക്കാരെ കിട്ടി എന്നെല്ലാം പറഞ്ഞ് അവൾ അവരെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കേൾക്കുന്ന വോൾവറിന് ദേഷ്യം വന്ന് അവൻ കസാൻഡ്രയെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും കസാൻഡ്രയുടെ പവേഴ്സിന് മുമ്പിൽ അവൻ തോറ്റു പോവുകയാണ്. കസാൻഡ്ര വളരെ നിമിഷ നേരം കൊണ്ട് അവനെ മണ്ണിനടിയിലേക്ക് തള്ളിവിടുകയാണ്. പിന്നീട് അവൾ ഡെഡ്പൂളിനെ നോക്കിക്കൊണ്ട് ഏതായാലും ഞാൻ എന്റെ സ്ലേവ് ആക്കുന്നില്ല എന്നും നിന്നെ ഞാൻ എന്റെ മോൺസ്റ്ററിന് ഫീഡ് ചെയ്യാനായിട്ട് കൊടുക്കാണെന്നും പറഞ്ഞിട്ട് മേഘങ്ങൾക്കിടയിലിരിക്കുന്ന ആ ഒരു മോൺസ്റ്ററിനെ അവൾ വിളിക്കുന്നുണ്ട്. അങ്ങനെ ആ മോൺസ്റ്റർ അവരെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോഴേക്കും ഡെഡ്പൂളും വോൾവറീനും കൂടി അവിടെ ഉണ്ടായിരുന്ന ഒരു ഷേനിൽ കയറി രക്ഷപ്പെട്ട് വേറൊരു സ്ഥലത്ത് വന്ന് ലാൻഡ് ചെയ്യുകയാണ്. ഇവിടെ വെച്ച് ഡെഡ്പൂള് അവന്റെ തന്നെ മറ്റൊരു വേർഷൻ ആയിട്ടുള്ള ഡോഗ് പൂളിനെ കാണുന്നുണ്ട്. അങ്ങനെ അതിനെ കണ്ട സന്തോഷത്തില് അവൻ ആ ഒരു പട്ടിക്കുട്ടിയും എടുത്ത് അതിനെ കളിപ്പിക്കുന്നതിന്റെ ഇടയിലാണ് മറ്റൊരു ഡെഡ്പൂള് അങ്ങോട്ടേക്ക് എത്തുന്നത്. കസാൻഡ്ര ഇതുപോലെ ഒരുപാട് ഡെഡ്പൂളിന്റെ വേർഷൻസിനെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഇപ്പൊ വന്നിരിക്കുന്ന ഡെഡ്പൂള് അവരോട് പറയുന്നുണ്ട്. മാത്രമല്ല അവർക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാറും ഒരു ഡെഡ്പൂള് ഇവർക്ക് ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവര് 2 പേരും കൂടി ആ ഒരു കാർ ഓടിച്ച് പോകുന്നതിന്റെ ഇടയില് അറിയാതെ നമ്മുടെ ഡെഡ്പൂളിന്റെ വായിൽ നിന്ന് ആ ഒരു വോൾവറിന്റെ യൂണിവേഴ്സിനെ ഇനി ഒരിക്കലും തനിക്ക് രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു പോവുകയാണ്. ശരിക്കും വോൾവറിൻ ഈ ഒരു ഡെഡ്പൂളിന്റെ ഒപ്പം നിന്ന് ഒരുമിച്ച് ഫൈറ്റ് ചെയ്യുന്നത് തന്നെ അവൻ കാരണം നഷ്ടപ്പെട്ട തന്റെ ആ ഒരു യൂണിവേഴ്സിനെ തിരിച്ച് ശരിയാക്കി കൊണ്ടുവരാം എന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു. പക്ഷെ ഇത് ഡെഡ്പൂള് ശരിക്കും അവന്റെ കാര്യം കാണുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞ ഒരു നുണയാണെന്ന് മനസ്സിലാക്കുന്ന വോൾവറിൻ ആ ഒരു കാറിൽ വെച്ച് തന്നെ പൂളുമായി നല്ല രീതിയിലുള്ള ഒരു ഫൈറ്റ് തുടങ്ങി വെക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നേരത്തെ ഫൈറ്റിന് ശേഷം ഇരുവരും ടയേർഡായിട്ട് ആ ഒരു കാറിന്റെ ഉള്ളിൽ തന്നെ ഉറങ്ങി പോവുകയാണ്. ഈ സമയം ആ ഒരു കാറിന് അരികിലേക്കായിട്ട് ആ ഒരു വരുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം ഡെഡ്പൂളും വോൾവറീനും കണ്ണു തുറക്കുന്നത് ഒരു വീട്ടിൽ വെച്ചിട്ടാണ്. ഈ സമയം അവിടേക്ക് എലക്ട്ര, ബ്ലേഡ്, ഗാംബിറ്റ്, X-23 എന്നൊക്കെ പേരുള്ള 4 മ്യൂട്ടൻസ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇതിൽ ഈ X-23 എന്ന് പറയുന്ന കഥാപാത്രം ലോഗൻ എന്ന് പറയുന്ന ഒരു മൂവിയിലത്തെ ലോഗന്റെ അഥവാ നമ്മുടെ വോൾവറിന്റെ DNA നിന്നും എടുത്ത് ഉണ്ടാക്കിയ
അവന്റെ സ്വന്തം മകളാണ്. ശരിക്കും ആ ഒരു മകൾക്ക് വേണ്ടിയിട്ടാണ് ആ യൂണിവേഴ്സിലത്തെ ലോഗൻ അഥവാ വോൾവറിൻ മരിക്കുന്നതും. ഇവിടെ ടിവിയെക്കാര് തന്നെയാണ് ഈ 4 പേരെയും ഈ ഒരു യൂണിവേഴ്സിലോട്ട് വിട്ടതും. ഇവരുടെ ഒരു കമ്പാനിയനാണ് നേരത്തെ നമ്മൾ കണ്ട ഹ്യൂമൻ ടോർച്ച്. സാൻഡ്രയുടെ മുമ്പിൽ നിന്ന് ഇവര് രണ്ടുപേരും രക്ഷപ്പെട്ട് വന്നതുകൊണ്ട് തന്നെ ഇവര് രണ്ടുപേരും എത്രമാത്രം പവർഫുൾ ആണെന്ന് മനസ്സിലാക്കുന്ന ആ ഒരു ഗ്യാങ് ഒരു ഗ്രൂപ്പായി നിന്ന് കസാൻഡ്രയ്ക്കെതിരെ ഫൈറ്റ് ചെയ്ത് അവളെ തോൽപ്പിച്ച് ഈ ഒരു യൂണിവേഴ്സിൽ നിന്നും പുറത്തേക്ക് പോവാം എന്നുള്ളൊരു പ്ലാൻ ഇടുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും ഒരു കാറിൽ കയറി കസാൻഡ്രയെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് പുറപ്പെടുകയാണ്. അങ്ങനെ ഡെഡ്പൂളും വോൾവറീനും ബാക്കിയുള്ള 4 പേരും കൂടിയിട്ട് അവസാനം കസാൻഡ്രയുടെ ആ ഒരു സ്ഥലത്തേക്ക് വന്നെത്തിച്ചേരാണ്. അതിനുശേഷം ഡെഡ്പൂളും വോൾവറീനും ആ ഒരു കൊട്ടാരത്തിനകത്തേക്ക് കസാൻഡ്രയെ കാണാനായിട്ട് നിൽക്കുന്ന സമയത്ത് ബാക്കിയുള്ള 4 പേരും കൂടിയിട്ട് കസാൻഡ്രയുടെ ഗാങ്സ്റ്റേഴ്സുമായിട്ട് വലിയൊരു ഫൈറ്റിൽ തന്നെ ഏർപ്പെടുന്നുണ്ട്. മാത്രമല്ല കസാൻഡ്ര ഇവരെക്കാളും വളരെയധികം പവർഫുൾ ആയതുകൊണ്ട് തന്നെ അവളെ എളുപ്പത്തിൽ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുന്ന അവര് ഒരു പ്ലാനും കൂടി തയ്യാറാക്കിയിട്ടാണ് ഈ ഒരു യുദ്ധത്തിന് പുറപ്പെടുന്നത്. ഈ കസാൻഡ്രയെ നശിപ്പിക്കാനായിട്ട് ആദ്യം അവളുടെ പവേഴ്സ് എല്ലാം ഇല്ലാണ്ടാക്കണം. അങ്ങനെ അവളുടെ പവേഴ്സ് എല്ലാം സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് മാഗ്നറ്റോ എന്ന് പറയുന്ന ഒരു ഹെൽമെറ്റ്. പക്ഷെ കസാൻഡ്രയ്ക്ക് ഈ ഒരു ഒബ്ജക്റ്റിന് മാത്രമേ അവളെ നശിപ്പിക്കാനായിട്ട് സാധിക്കൂ എന്നറിയാവുന്ന കാരണം അത് എർത്തിലേക്ക് വന്നപ്പോ തന്നെ അവൾ ആ ഒരു ഹെൽമെറ്റിനെ പൂർണ്ണമായിട്ടും നശിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഈ ലോകത്തിലുള്ള ഒന്നിനും അവളെ നശിപ്പിക്കാനായിട്ട് സാധിക്കില്ല എന്ന് അവൾ ഉറപ്പിച്ചു. പക്ഷെ ഈ സമയത്താണ് നമ്മുടെ ഡെഡ്പൂള് ആ ഹെൽമെറ്റ് ഓഫ് മാഗ്നറ്റോന് പകരം ഹെൽമെറ്റ് ഓഫ് ജഗർനാഥ് യൂസ് ചെയ്യാമെന്ന് പറയുന്നത്. ഇതേ സമയം കസാൻഡ്രയുടെ അടിമകളിൽ ഒരാള് ജഗർനാഥിന്റെ വേറൊരു വേർഷൻ ആയതുകൊണ്ട് അവന്റെ ആ ഒരു ഹെൽമെറ്റ് യൂസ് ചെയ്ത് കസാൻഡ്രയുടെ പവേഴ്സ് എല്ലാം വീക്കാക്കി അവളെ നശിപ്പിച്ച് കളയാമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ആ ഒരു ടീം ഫുള്ള് അവിടെ എത്തിയിരിക്കുന്നത്. അങ്ങനെ ആ 4 പേരിൽ ഒരാളും വേറൊരു യൂണിവേഴ്സിലെ വോൾവറിന്റെ മകളുമായിട്ടുള്ള X-23 ജഗർനാഥിന്റെ കാല് വെട്ടിക്കളയുകയും അതിലൂടെ അവന്റെ ഹെൽമെറ്റ് എടുത്ത് ഡെഡ്പൂളിന് എറിഞ്ഞു കൊടുക്കുകയും ചെയ്തു. പിന്നീട് ഒരു അവസരം കിട്ടുന്ന ഡെഡ്പൂള് ആ ഒരു ഹെൽമെറ്റ് എടുത്ത് കസാൻഡ്രയുടെ തലയിൽ അണിയിച്ചു കൊടുക്കുകയാണ്. അതോടുകൂടി തന്നെ കസാൻഡ്രയുടെ എല്ലാ പവേഴ്സും അവിടെ വീക്കെൻഡ് ആവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ സമയം അവര് 2 പേരും കസാൻഡ്രയെ കൊല്ലുന്നേക്കാളും മുമ്പ് അവളുടെ തന്നെ ഗാങ്സ്റ്റേഴ്സിൽ ഒരാൾ വന്ന് ഈ ഒരു അവസരത്തിന് വേണ്ടി ഒരുപാട് നാളുകളായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് അവളെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഈ സമയം വോൾവറീൻ അയാളെ കൊന്നിട്ട് കസാൻഡ്രയോട് ഈ ഒരു യൂണിവേഴ്സിൽ ആർക്കും തന്നെ നിന്നെ ഇഷ്ടമല്ല എന്നും അതിന് കാരണം നിന്റെ ഈ ഒരു ഈവിൾ ക്യാരക്ടർ കാരണമാണെന്നും മാത്രമല്ല അവളുടെ ട്വിൻ ആയിട്ടുള്ള ചാൾസ് സേവിയറിന് അവളോട് എന്നും ഇഷ്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും അവരുടെ ഇടയിൽ ഉള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ആണ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കസാൻഡ്ര വല്ലാതെ ഇമോഷണൽ ആകുന്നത് കാണുന്ന വോൾവറീൻ ആ ഒരു ഹെൽമെറ്റ് അവളുടെ തലയിൽ നിന്ന് എടുത്ത് മാറ്റാനായിട്ട് ഡെഡ്പൂളിന്റെ അടുത്ത് പറയുന്നുണ്ട്. ആദ്യമൊന്ന് നിഷേധിച്ചെങ്കിലും ഡെഡ്പൂളും ആ ഒരു ഹെൽമെറ്റ് എടുത്ത് മാറ്റിയതിനു ശേഷം കസാൻഡ്ര അവരുടെ അടുത്ത് ആ ഒരു മോൺസ്റ്റർ വരുന്നതിന് മുമ്പ് എത്രയും വേഗം ഈ ഒരു സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുവാനായിട്ട് പറയാണ്. ഇതിനുശേഷം അവൾ അവളുടെ പോക്കറ്റിൽ വെച്ചിരുന്ന ഒരു പപ്പറ്റ് എടുത്ത് ഇത് ഇവിടെ പണ്ട് ജീവിച്ചിരുന്ന ഒരു മെജീഷ്യന്റെ ആണെന്നും ഇതുപയോഗിച്ച് എങ്ങോട്ട് വേണമെങ്കിലും പോവാനായിട്ടുള്ള പോർട്ടൽ ഓപ്പൺ ചെയ്യാമെന്നുമെല്ലാം പറഞ്ഞ് അത് വെച്ച് ഒരു പോർട്ടൽ ഓപ്പൺ ചെയ്തതിനു ശേഷം ഡെഡ്പൂളും വോൾവറീനും കൂടി ആ ഒരു പോർട്ടലും കടന്ന് ഡെഡ്പൂളിന്റെ ഒറിജിനൽ യൂണിവേഴ്സിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഇതേ സമയം കസാൻഡ്ര ആണെങ്കിൽ അവളെ ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ച ആ ഒരു ഗാങ്സ്റ്ററിന്റെ അടുത്ത് ചെന്ന് ആരാണ് എന്നെ കൊല്ലാനായിട്ട് നിന്റെ അടുത്ത് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അത് ടിവിയിലത്തെ ഓഫീസർ ആയിട്ടുള്ള പാരഡോക്സ് ആണെന്ന് പറയുന്നത് കേൾക്കുന്ന കസാൻഡ്ര ഉടനെ തന്നെ വീണ്ടും ആ ഒരു പോർട്ടൽ ഓപ്പൺ ചെയ്ത് ഡെഡ്പൂളിന്റെ അതേ യൂണിവേഴ്സിലേക്ക് എത്തിച്ചേരുകയാണ്. ഇപ്പോ കസാൻഡ്രയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് പാരഡോക്സിനെ കൊല്ലുക എന്നതാണ്. അങ്ങനെ കസാൻഡ്ര ഡെഡ്പൂളും വോൾവറീനും ഇപ്പോൾ ആ ഒരു യൂണിവേഴ്സിലേക്ക് എത്തിയിട്ട് പാരഡോക്സിനെ കണ്ടുപിടിച്ചതിന് ശേഷം അവളുടെ കഴിവുകൾ ഉപയോഗിച്ച് പാരഡോക്സിന്റെ മൈൻഡ് റീഡ് ചെയ്തിട്ട് ടൈം റീപ്പർ മെഷീനെ കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്. പിന്നീട് കസാൻഡ്ര ഈ ഒരു ലോകത്തുള്ള എല്ലാ യൂണിവേഴ്സിനെയും ആ ഒരു ടൈം റീപ്പർ മെഷീൻ ഉപയോഗിച്ച് നശിപ്പിക്കാമെന്നും ഏറ്റവും അവസാനം അവൾ ഇപ്പൊ ജീവിക്കുന്ന ആ ഒരു യൂണിവേഴ്സ് മാത്രം ബാക്കിയാക്കി അതിനെയെല്ലാം ഒറ്റയ്ക്ക് ഭരിക്കാമെന്ന് തീരുമാനിച്ചതിന് ശേഷം ആ ഒരു ടൈം റീപ്പർ മെഷീൻ തേടി പോവുകയാണ്. അങ്ങനെ കാര്യങ്ങളെല്ലാം അറിയുന്ന ഡെഡ്പൂളും വോൾവറീനും കൂടി കസാൻഡ്രയെ ഇതിൽ നിന്നൊക്കെ എങ്ങനെ തടയാമെന്ന് ആലോചിച്ച് പാരഡോക്സിനെ കാണാനായിട്ട് ചെല്ലുകയാണ്. കസാൻഡ്ര വളരെയധികം പവർഫുൾ ആയതുകൊണ്ട് തന്നെ അവളെ തോൽപ്പിക്കാനായിട്ട് വേറെ വഴിയൊന്നും ഇല്ല എന്നും പക്ഷെ ആ ഒരു മെഷീനെ തകർക്കാനായിട്ട് ഒരു വഴിയുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ആ ടൈം റീപ്പർ മെഷീനിലെ 2 വയേഴ്സ് ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് അവിടെ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അത് കാരണം കൊണ്ട് ആ ഒരു മെഷീൻ ഫുള്ള് പൊട്ടിത്തെറിക്കുമെന്നും ഇതിലൂടെ അത് ഓപ്പറേറ്റ് ചെയ്യുന്ന കസാൻഡ്രയെയും കൊന്നുകളയാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ ആ 2 ബോർഡുകളും കൂട്ടിച്ചേർക്കുന്ന ആളും ഇതിനിടയിൽ മരണപ്പെടുമെന്ന് അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്.
എന്നാൽ ഇത് കേൾക്കുന്ന ഡെഡ്പൂളും വോൾവറിനും തങ്ങൾ ഒരിക്കലും മരിക്കുകയില്ല എന്നും ഞങ്ങൾക്ക് ഹീലിംഗ് പവേഴ്സ് ഉള്ളത് കാരണം എന്തൊക്കെയുണ്ടായാലും ഞങ്ങൾ മടങ്ങി വരും എന്ന് പറയുന്നത് കേൾക്കുന്ന പാരഡോക്സ് ഇത് വളരെ ഫുൾ ആയിട്ടൊരു മെഷീൻ ആയതുകൊണ്ട് സാധാരണ പോലെ ഒരിക്കലും നിങ്ങൾക്ക് തിരിച്ചു വരാൻ സാധിക്കില്ല എന്നും അതിന്റെ ആ ഒരു എനർജി കാരണം നിങ്ങൾ ചാരമായിട്ട് പോകുന്നെല്ലാം അവരോട് പറയുകയാണ്. ഇത് കേൾക്കുന്ന ഡെഡ്പൂള് വോൾവറീനെ ആ ഒരു ഗേറ്റിന് വെളിയിൽ ലോക്ക് ചെയ്തിട്ടതിന് ശേഷം ഈ ഒരു പ്രോസസ്സിൽ ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ അത് ഞാൻ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ആ 2 വയറുകളും കണക്ട് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും ഒരു മെഷീൻ അത്രമാത്രം പവർഫുൾ ആയതുകൊണ്ട് അവനെ കൊണ്ട് അതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത് വോൾവറിൻ ആ ഒരു ഗേറ്റും തല്ലിപ്പൊളിച്ച് മറ്റേ വയറ് അവന്റെ കൈകൊണ്ട് പിടിച്ച് ഡെഡ്പൂളും വോൾവറിനും പരസ്പരം കൈ കോർത്ത് നിൽക്കുന്നതിന്റെ ഇടയിൽ ആ ഒരു ഷോർട്ട് സർക്യൂട്ട് ആക്ടിവേറ്റ് ആയി ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന കസാൻഡ്രയും ആ ഒരു ടൈം മെഷീനും നമ്മുടെ 2 ഹീറോസും അവിടെ മരിച്ചു വീഴുകയാണ്. എന്നാൽ തൊട്ടു പിന്നാലെ തന്നെ അവര് യാതൊരു കുഴപ്പവും പറ്റാതെ നടന്നു വരുന്നതും നമുക്ക് കാണാം. ഇതൊക്കെ കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുന്ന പാരഡോക്സ് നിങ്ങൾ 2 പേരും എങ്ങനെയാണ് ജീവനോടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ ആ 2 വയേഴ്സും ഇവര് 2 പേരും കൂടി കണക്ട് ചെയ്ത കാരണം കൊണ്ട് ടൈം മെഷീന്റെ എനർജിയുടെ പകുതിയാണ് അവർക്ക് ഓരോരുത്തർക്കും കിട്ടിയത്. അങ്ങനെ വളരെ വലിയൊരു എനർജി വരാത്തതുകൊണ്ട് അവര് രക്ഷപ്പെടുകയാണ് ചെയ്തത്. മാത്രമല്ല അവരിൽ ഒരാളായിരുന്നു അത് ചെയ്തതെങ്കിൽ ഉറപ്പായിട്ടും അയാള് മരണപ്പെട്ടേനെ. അങ്ങനെ കസാൻഡ്രയെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് കസാൻഡ്ര ഉണ്ടാക്കിയ ഡെഡ്പൂളിന്റെ തന്നെ മറ്റൊരു 100 വേർഷൻസ് നമ്മുടെ ഒറിജിനൽ ഡെഡ്പൂളിനെയും വോൾവറിനെയും അറ്റാക്ക് ചെയ്യാനായിട്ട് അവിടെ വരുന്നത്. ഈ സമയം ഇതൊക്കെ എന്ത് എന്ന് പറഞ്ഞ് നമ്മുടെ വോൾവറീനും ഡെഡ്പൂളും കൂടി നല്ല സ്റ്റൈലായി അവരുടെ സ്യൂട്ടും മാസ്ക് ഒക്കെ ഇട്ട് അവരുടെ ഒപ്പം ഫൈറ്റ് ചെയ്യുന്നതും അതേസമയം പാരഡോക്സിന് അവൻ ഇത്രയും ഇല്ലീഗലായിട്ട് ഈ ഒരു ടൈം റീപ്പർ മെഷീൻ ഒക്കെ നിർമ്മിച്ച് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ കാരണം അവനെ ടിവിയുടെ ഒരു ഹൈ റാങ്കിങ് ആയിട്ടുള്ള ഒരു സോൾജിയർ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. പോകുന്നതിന് മുമ്പ് ഈ ഒരു ലോകത്തെയും ഇതുപോലുള്ള മറ്റനേകം യൂണിവേഴ്സുകളെയും പ്രൊട്ടക്ട് ചെയ്ത് നമ്മുടെ സൂപ്പർ ഹീറോസിനോടുള്ള ഒരുപാട് റെസ്പെക്റ്റും താങ്ക്സും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ടാണ് അവരവിടെ നിന്ന് മടങ്ങുന്നത്. അങ്ങനെ പിന്നീട് ഡെഡ്പൂളും വോൾവറീനും കൂടി ഒരുമിച്ച് ഒരു ഫാമിലി പോലെ ജീവിക്കാം എന്ന് തീരുമാനിച്ച് അവരെല്ലാവരും കൂടി അവരുടെ ഫ്രണ്ട്സിന്റെ ഒപ്പം എൻജോയ് ചെയ്യുന്ന ഒരു സീനും കാണിച്ചു ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുകയാണ്. ഇതിന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനില് നമ്മുടെ ഹ്യൂമൻ ടോർച്ച് ആയിട്ടുള്ള ജോണിയെ കസാൻഡ്ര കൊല്ലുന്നത് അവൻ കസാൻഡ്രയെ പറ്റി ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞു എന്ന ഡെഡ്പൂളിന്റെ വാക്കുകൾ കേട്ടിട്ടാണ്. എന്നാൽ ശരിക്കും അവിടെ ഡെഡ്പൂള് നുണ പറഞ്ഞതല്ല എന്നും കസാൻഡ്ര വളരെയധികം ക്രേസി ആയിട്ടുള്ള ഒരു വിച്ചാണെന്നും അവളോട് തനിക്ക് വളരെയധികം ദേഷ്യമാണെന്നും അവളെ കണ്ടു കഴിഞ്ഞാൽ ഒറ്റ നിമിഷം കൊണ്ട് അവളുടെ സ്കിന്നെല്ലാം ഊരി അവളെ കൊന്നു കളയണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ടെന്നെല്ലാം ശരിക്കും ജോണി ഡെഡ്പൂളിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഉണ്ടായത് നേരെ റിവേഴ്സ് ആണെന്ന് മാത്രം. സ്കിന്നെല്ലാം പോയി മരിച്ചത് പാവം നമ്മുടെ ജോണിയുമായിരുന്നു. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു മൂവി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ്സ് വഴി ഞങ്ങളെ അറിയിക്കുക. സോ ടിൽ ദ നെക്സ്റ്റ് മൂവി, ടേക്ക് കെയർ ആൻഡ് ബൈ.